കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് എന്നെ ചോദ്യം ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ മാരക ലഹരിയായിട്ടുള്ള MDMA അയച്ചു, MDMA ക്യാരിയറാണ്, MDMA കുട്ടികൾക്ക് കൊടുത്തു, MDMA തിന്നാൻ കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള പല ആരോപണങ്ങളുടെ പുറത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇവരുടെ തൂഫാന്റെ ഭാഗമായിട്ട് ഇത് നടക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഒരു സമയം ഇങ്ങനെ തീവ്രമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരുടെ മേലും എന്ത് ആരോപണവും നടത്താം. അതിൻ്റെ മേലിൽ ഒരു ആരോപണം കിട്ടിയാൽ മതി, അത് മീഡിയയിൽ ചർച്ച ചെയ്യാം എന്നുള്ളതിൻ്റെ പുറത്ത് ഞാനൊരു വ്യക്തിയുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെയും എന്റെയും സുരക്ഷ ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ ഞാൻ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര. ദിയാസന സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. പൂക്കുട്ടി, സജന, ഫിറോസ് സംബന്ധമായിട്ടുള്ള മെയിൻ വിഷയം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കാര്യത്തിലോട്ട് പോകാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇവരുടെ 3-6 വിഷയങ്ങളും സോഷ്യൽ മീഡിയ വന്നത് എങ്ങനെയാണെന്നും. പെട്ടെന്ന് ഈ പറയുന്ന ചേച്ചിയുടെ, സജന ചേച്ചിയുടെ അക്കൗണ്ട് ഹാക്കായെന്ന് പറയുന്നുണ്ട്. ഹാക്കായപ്പം ഒരു പോസ്റ്റ് കണ്ടു, 9 ആഴ്ച പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞുള്ള ഒരു പോസ്റ്റ് ഇടുന്നു. അത് ഹാക്ക് ചെയ്ത് ആരും ഇട്ടെന്നാണ് കേട്ടോ പറയുകയൊക്കെ ചെയ്തത്. നമുക്കറിയാം പുള്ളിക്കാരി ചെയ്ത പരിപാടിയാണ്. അത് മാത്രമല്ല, അതിനു മുമ്പേ സോഷ്യൽ മീഡിയയിൽ, അതായത് യൂട്യൂബിൽ ലൈവിൽ വന്നിട്ട് ഇവർ പ്രഗ്നൻ്റ് ആണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. 2 മിനിറ്റ് അങ്ങോട്ട് ബഹളം വെച്ചിട്ടുള്ള ആ ലൈവിൽ പൂക്കുട്ടി ഉണ്ടായിരുന്നു. പൂക്കുട്ടി ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുകയാണ്. പുള്ളിയെ ലൈവിലോട്ട് വിളിച്ച് വലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ കണ്ടായിരുന്നു പുള്ളിക്കാരി. ഓക്കെ, അവസാനം ആ ലൈവ് അവസാനം കട്ട് ചെയ്ത് അവസാനം പിന്നെ വെളുപ്പിക്കാൻ വന്നു. ഓക്കെ, ഇതിലൊന്നും ഈ പറയുന്ന ദിയാസന ഇല്ലായിരുന്നു. പിന്നെ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും പൂക്കുട്ടി ഓർത്ത് മാത്രമാണ് സാറേ ഞാൻ ചെയ്യാം, ഞാൻ അവളോട് പറയും. ഇടയ്ക്കിടയ്ക്ക് ഇവരെപ്പോഴും തൂങ്ങാൻ പോകും. ഈ ഫാനിൻ്റെ ഫോട്ടോസൊക്കെ അയച്ച് ഓരോ വ്യക്തികൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഒന്നത് അറിയാവുന്ന ഒരു പാവം പിടിച്ച കൊച്ചാണ് ദിയ ചേച്ചി വിചാരിച്ചത്. അങ്ങനെ പോയി ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം പുള്ളിക്കാരി മടുത്തു. പിന്നീടാണ് അറിയുന്നത് ഈ പറയുന്ന ഫിറോസും സജനയും ഡിവോഴ്സ് അല്ലെന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ദിയാസന വിചാരിച്ചിരുന്നത്. പിന്നീടാണ് അറിയുന്നത് കാര്യങ്ങളൊക്കെ ഡിവോഴ്സ് ആണെന്നാണ് ആദ്യം പുള്ളി വിചാരിച്ചത്. പിന്നീടാണ് അറിയുന്നത് ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് അറിയുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഇപ്പോൾ പൂക്കുട്ടിയായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഒക്കെ ഫിറോസ് അറിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് സജനയോട് ചോദിച്ചപ്പോഴത്തേക്ക് സജന പറയണേ, എൻ്റെ മോളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് അവൻ്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ദിയ ചേച്ചി അവളെ തന്തയ്ക്ക് വിളിച്ച് തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ നിർത്തി അങ്ങ് പറഞ്ഞു. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഞാനിതുപോലെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിർത്തി പറഞ്ഞ് അന്ന് തുടങ്ങിയ വൈരാഗ്യം. പൂക്കുട്ടി വിളിച്ചാലും ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ചേച്ചി പൂക്കുട്ടി തന്നെ പൂരത്തെറി വിളിച്ചു. അത്രയും വലിയൊരു മനുഷ്യൻ, അവർ നല്ല റെസ്പെക്ട് കൊടുത്തിട്ട് അവസാനം അവർ തന്നെ തന്തയ്ക്ക് വിളിച്ച് ഈ പറയുന്ന ഫിറോസിൻ്റെ കൂടെ ചേച്ചി കട്ടയ്ക്ക് കൂടെ വന്നു. പക്ഷേ എവിടെയോ വന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്നും വന്നിട്ട് ഫിറോസിന് വേണ്ടി സംസാരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ പുള്ളി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തു കൊടുത്തു. അപ്പോഴാണ് നമ്മുടെ കഥാനായിക വന്നിട്ടൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ആ ഇൻ്റർവ്യൂക്കകത്ത് MDMA അതാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ കിടക്കുന്നത്. ഈ ദിയാസന MDMA എന്ന് പറഞ്ഞാൽ നമ്മുടെ സഫീന താത്ത ചാടി എണ്ണിക്കും. അങ്ങനെ സ്വഭാവമുണ്ട്. അത് മൊത്തം ഈ പറയുന്ന സജനെ വെളുപ്പിക്കാൻ വേണ്ടി അവർ പല രീതിയിൽ നോക്കി. സജനെ അതുപോലെ പുണ്യാളത്തെയാക്കാൻ നോക്കിയായിരുന്നു. അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു വ്യക്തിയുടെ നിലപാട് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഇപ്പോൾ ചീത്തപ്പേര് നല്ല രീതി ആയപ്പോൾ എൻ്റെ രേണുസുതി വീണ്ടും പിടിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അങ്ങനെ ഒരു സാധനം. എന്തായാലും അതിൻ്റെ ഇപ്പം പ്രസ് കോൺഫറൻസ് ഇപ്പോൾ പുള്ളിക്കാരി മീഡിയയ്ക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെന്നിത്തല കണ്ട് ഓരോ വ്യക്തികളെ കണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഇതിക്കുള്ള ഒരു തെളിവും കാര്യങ്ങളും ഇനി ഒരു മനുഷ്യർക്കും വേണ്ട. ഇതുപോലെ ഇരുന്ന് തൻ്റെ ഉള്ള നട്ടലുള്ള താത്തക്കൊക്കെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ന് താത്ത സൂക്ഷിച്ചിരുന്നോ? നല്ല അടിപൊളി പൂക്കിറ്റി സാധനം വരുന്നുണ്ട്. അതിനോട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ദിയാസന സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് തരാം. അവൾ കാണിച്ച ആ കള്ളത്തരം അത് മറയ്ക്കാൻ വേണ്ടി പല പരിപാടിയും നോക്കി. നാട് മൊത്തം നാറി. എന്നിട്ടും എല്ലാം ദിയാസനയുടെ നെഞ്ചത്തോട്ട്. കാരണം എന്തിനാണെന്നറിയോ? പൂക്കുറ്റിയുടെ പേര് നല്ലതാക്കാൻ വേണ്ടി ഓരോരുത്തർ വന്നിട്ട് ആങ്ങളെയാണ്, അതാണ്, മറ്റാണ്, മറിച്ചാണെന്ന് എൻ്റെ കുട്ടിയുടെ ഫീസ് അടയ്ക്കുന്ന എല്ലാം പറയുന്നുണ്ട്. അയാളെ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് നമ്മൾ കേട്ടതാണ്. ഓക്കെ, അവക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ താത്തയെപ്പോലുള്ള കുറേ ആൾക്കാർ പൈസ കൊടുത്ത് ആരെന്തും ചെയ്യുന്നു ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി കാണുമല്ലോ. ഞാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ ഹോം മിനിസ്റ്റർ, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി ഇവരെയൊക്കെ ഞാൻ കാണുകയുണ്ടായി. അവിടെ നിന്നിട്ട് അവരെനിക്ക് തിരിച്ചു തന്ന ഒരു ഉറപ്പും ഒരു വിശ്വാസവുമാണ് ഞാനിവിടെ അഭിമാനത്തോടുകൂടി ഇരിക്കുന്നത്. എന്നാൽ തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിൻ്റെ തുടങ്ങുന്നത് ഒരു 14-ാം തീയതി, ജൂൺ 14-ാം തീയതി സജനാലു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എനിക്കെതിരെ മന്നാള മലയാളി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചാനലിൽ തമിഴിനോട് കൂടി കറക്റ്റാണ്. ഓക്കെ, 14-ാം തീയതി തന്നെ മന്നാള മലയാളി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു തമിഴിനോട് കൂടി എനിക്കെതിരെ ഈ പറഞ്ഞ മാരകമായിട്ടുള്ള MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തമിഴിൽ എൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ സജന നടത്തിയ പരാമർശവും MDMA ഉപയോഗിച്ചു. അവരുടെ വീട്ടിൽ വന്നു. അവരുടെ ആളുകളുമായിട്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. അത് ചാലഞ്ച് ചെയ്തുകൊണ്ട് വിളിക്കുന്നു. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തണം, എൻ്റെ ഹെയർ ടെസ്റ്റ് നടത്തണം, അല്ലെങ്കിൽ എൻ്റെ MDMA ഞാൻ ഉപയോഗിച്ചില്ലാതെ പ്രൂവ് ചെയ്യുന്ന ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ് ആദ്യം ഒരു വീഡിയോ എടുത്തു. രണ്ടാമതൊരു വീഡിയോ വീണ്ടും വന്നിട്ട്
അതൊക്കെ വിട്, നീ ടെസ്റ്റ് റിപ്പോർട്ട് ടെസ്റ്റ് നടത്ത്. ഇതിന്റെ പുറത്ത് ഈ സ്റ്റേറ്റ്മെന്റുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് വന്നത് മാരകമായ സൈബർ ബുള്ളിങ്ങാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 16 വർഷങ്ങളായിട്ട് ഞാൻ കേരളത്തിലെ സാമൂഹ്യ കലാ രാഷ്ട്രീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാൻ എൻ്റെ പ്രൊഫഷൻ പോലും മാറ്റിവെച്ച് ഞാൻ സാമൂഹ്യ പ്രവർത്തന ലേബലിൽ തന്നെയാണ് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ ഏറ്റവും കൂടുതലാണ് കേരളത്തിലെ മൈനോറിറ്റികളായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ എന്തിന് ഇവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു ആ കൊച്ചൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ട ആ ഒരു വീട്ടിലാണ് ഈ പറയുന്ന ദിയ പോയത്. ആ കൊച്ചിന് ഇപ്പോൾ 10-19 വർഷമായി. അവിടെ വരെ താത്ത പോയി ഇൻ്റർവ്യൂ എടുത്ത്. കാരണം കൊടുത്ത പൈസയ്ക്ക് പണിയെടുക്കണമല്ലോ. അമ്മാതിരി അപരാധങ്ങൾ വരെ കാണിച്ച് ഈ അടുത്ത സമയത്ത് എല്ലാവരും കണ്ടു കാണുമായിരിക്കും. എന്തൊക്കെ തോന്നിവാസങ്ങളാണ് പറിച്ചു വിട്ടത്. എന്തായാലും ബാക്കി കേൾക്കാം. രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അറിഞ്ഞതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. എന്തായാലും അതിൻ്റെ റിസൾട്ട് ഉടനെ ഉണ്ടാവും. സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എല്ലായിടത്തും തോന്നി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഞാൻ നിലകൊള്ളുമ്പോഴും എന്റെ പ്രതികരണം കൊണ്ട് എന്റെ അഗ്രസീവ്നെസ് കൊണ്ട് എന്നെ കുറ്റപ്പെടുത്തുന്നത് പോലെ വിമർശിക്കുന്നതിൽ എനിക്ക് തെറ്റില്ല. പക്ഷെ ഇത്രയും വലിയ അലിഗേഷൻ എനിക്ക് ലഭിക്കുമ്പോൾ ഞാൻ സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എനിക്ക് വന്നിരിക്കുകയാണ്. ഇത് അങ്ങനെ വെല്ലുവിളിച്ചെങ്കിൽ ഞാൻ കുറേയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആ സമയത്ത് എടുത്തത് എന്റെ MDMA ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിന്റെ റിപ്പോർട്ടാണ്. ഇത് ഞാൻ സെൽഫായിട്ട് എടുത്താൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് വിദ്യാർത്ഥികളാണ് ചെയ്തത്. ഇതിന്റെ ആക്സസ് നമ്പർ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പൊതുസമൂഹം വെല്ലുവിളിച്ചതിന്റെ ഭാഗമായിട്ട് എന്റെ വീട്ടിൽ റെയ്ഡുണ്ടായി. എക്സൈസ് കമ്മീഷണറുടെ റെയ്ഡാണെന്ന്. ആ റെയ്ഡിൽ ക്ലിയർ ചീറ്റാണ് എനിക്ക് തന്നിരിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് വ്യാജമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ക്ലിയർ ചീറ്റ് എന്നെ ഉൾപ്പെടെ പരിശോധിച്ച് ക്ലിയർ ചീറ്റ് നൽകി. പക്ഷെ അവരുടെ ഭാഗത്തുനിന്നോ വേറെ റോങ്ങായിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ട് പോയത്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ ചേച്ചിയുടെ വീട്ടിലെ റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ മാത്രമല്ല കുറേ ആൾക്കാരുടെ വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഒരേ സമയത്ത് റെയ്ഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, പുള്ളിക്ക് എന്തായാലും അത്യാവശ്യം എന്താ പറയണ്ടേ നിയമവും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ നല്ല മാന്യമായിട്ടാണ്. ചില വീട്ടിലാണെങ്കിൽ അവന്മാരെല്ലാം എന്താ പറയണ്ടേ ഉഴപ്പിയിട്ട് ഭയങ്കര മോശമാണെന്ന രീതിയിലൊക്കെ പോയ സ്ഥലങ്ങളും ഉണ്ട്. പുള്ളിക്കാരിക്കാണെങ്കിൽ നിയമവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം. പുള്ളിയുടെ ക്ലീൻ ചെയ്തിട്ട് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ റിപ്പോർട്ടും കോപ്പി എല്ലാം അവരവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പറ, ആ ഒരു വിഷയത്തിൽ മറയ്ക്കാൻ ശ്രമിച്ച കുറേ ആൾക്കാരൊക്കെ അവരുടെ നേട്ടത്തിന് വേണ്ടി എന്താ ഈ സമൂഹത്തിന് കൊടുത്ത മെസ്സേജ് പറ. ഇതുപോലുള്ള തോന്നിയവസങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ച് ഒരു പാവം പിടിച്ച് ഒരു ആണിൻ്റെ നെഞ്ചത്തോട്ട് വെച്ച് പോട്ടെ. ഒരു 17 വയസ്സുകാരിയുടെ കാര്യം വന്നിട്ട് പറഞ്ഞിട്ട് എന്തായി അതിനെക്കുറിച്ച്? ഒരു 17 വയസ്സുകാരി അവൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ? ഇല്ല. ഒരു 17 വയസ്സുകാരി എന്തുകൊണ്ട്? അങ്ങനെ ഒരു കുട്ടി ഉണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സജന വന്നിട്ട് ഇതെൻ്റെ 15-ാം തീയതി ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ശരി അവിടെ ഭാഗത്ത് എന്തോ ന്യായമുണ്ട് നമ്മൾ ചിന്തിക്കും. പിന്നീടല്ലേ കാര്യങ്ങൾ അറിയുന്നേ. ഇതൊക്കെ അവിടെ സ്ഥിരം പരിപാടിയാണ്. നല്ല രീതിയിൽ തന്നെയാണ് അവർക്ക് കോപ്പറേറ്റ് ചെയ്തത്. പക്ഷെ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മാവിന്റെ പ്രശ്നമുണ്ട്. നാളെയും ഒരാൾക്കെതിരെയും ഇതുപോലെ വ്യാജ ആരോപണമോ അലിഗേഷനോ വരുമ്പോൾ ആരും പേടിച്ച് പിന്മാറാതെ അവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാത്തതല്ല. 2.5 ആഴ്ചയായിട്ട് ഞാൻ എന്റെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കോടതിയിലും കേസും കാര്യങ്ങളായിട്ട് നടക്കാണ്. ജൂൺ 6-ാം തീയതി സജന എന്നെ പ്രത്യക്ഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി എടുത്തതിന്റെ FIR കോപ്പിയാണ്. ഞാൻ സമയം ലേറ്റായി തന്നുള്ളതാണ്. FIR കോപ്പിയാണ്. ഇതിനെ കൂടാതെ എനിക്കുള്ള വലിയ പ്രക്രിയ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ കൊടുത്ത രാഷ്ട്രീയപരമായിട്ട് എനിക്കുണ്ടായ അലിഗേഷനെതിരെ ഒക്കെ കൊടുത്തിരിക്കുന്ന പരാതികളുടെ പ്രതികളെ ഇവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്റെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ എന്റെ ചൈൽഡ്ഹുഡ് നടന്ന എന്റെ വിവാഹം അവിടെ നിന്ന് തുടങ്ങി അവരുടെ ഫാമിലിയിൽ തുടങ്ങി ബാക്കിയുള്ള എല്ലാ പ്രതികളെയും, അതായത് ഞാൻ കൊടുത്ത പരാതിയിലെ പ്രതികളെല്ലാം അവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കൊട്ടേഷൻ ഉണ്ടായി. 23-ാം തീയതി രാത്രി വലിയ തോതിലുള്ള ഫോണിൽ വിളിച്ചിട്ട് എന്നെ പുറത്തേക്ക് ഇറങ്ങി വരാൻ എന്നെ വെട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് 2014 ഞാൻ കേസ് കൊടുത്ത പ്രതി എന്നെ വിളിച്ച് ആ പ്രതികളെയും കോൺടാക്ട് ചെയ്തു. ചേച്ചിക്ക് ആരൊക്കെ ആ ശത്രു ഉണ്ടോ അവരെല്ലാം ഈ പറയുന്ന സജ്ജനെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത് എരിവ് കയറ്റി കൊടുത്ത് പുളി കയറ്റി കൊടുത്ത് അവന്മാരവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. അത് മാത്രമല്ല പ്രശ്നം മാത്രമല്ല ഉണ്ടാക്കി പോലീസ് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് പോലീസ് ഇവരെ വിളിച്ചപ്പോഴത്തേക്ക് പോലീസിനെ ഇവരെ തെറി പറഞ്ഞു. അവസാനം പിന്നെ അവർ വന്ന് കാവലി നിൽക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിലാണ്. ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായി. ഞാൻ അപ്പം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. അവരപ്പം തന്നെ അയാൾ വിളിച്ചപ്പോൾ പോലീസ് അടുത്ത് വിളിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ശരിക്കും എനിക്ക് പെട്ടെന്നുണ്ടെന്നുള്ളത്. അങ്ങനെ അവർ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് കാവലി തന്നു. ഈ പോലീസുകാരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടിട്ട് എനിക്കൊന്നും തരം സംഭവിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ FIR കേസ് കൊടുക്കുകയും FIR ചെയ്തു.
അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ളതുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിൽ അവർ തന്നെ പബ്ലിഷ് ചെയ്തിട്ട് സജന തന്നെ പബ്ലിഷ് ചെയ്തിട്ട് ആ വിഷയം സോഷ്യൽ മീഡിയ ചർച്ചയായ സമയത്ത് അതിൽ നിന്നൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കരുവാക്കിക്കൊണ്ട് ഈ വിഷയം അവരെനിക്കെതിരെ ഇട്ടത്. അതിനൊരു റീസൺ ഉണ്ടായത് പ്രസന്റ് മുഖ്യമന്ത്രിയുടെ ഭാര്യ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നത്തെ പറ്റിയിട്ടും അവർക്കൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള സ്റ്റാൻഡ് ഞാൻ എടുത്തതിന്റെ പേരിലാണ് എനിക്ക് ഇത്രയും വലിയൊരു അലിഗേഷൻ ഉണ്ടായത്. അവരുടെ പ്രൈവസികൾ ബന്ധപ്പെടുത്തുന്ന എടാ അവർക്കൊപ്പം അല്ലെങ്കിൽ പിന്നെ ആർക്ക് നിൽക്കാനാ? അവരൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ആ ചേച്ചിയാണെങ്കിൽ പൂക്കുറ്റിക്കെതിരെ കുറേ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കുടുംബ കോടതി പോവുകയൊക്കെ ചെയ്തതാണ്. പുള്ളിക്കാർ എന്തായാലും പൂക്കുറ്റി വിട്ട് കളിക്കത്തില്ല. ആ ചേച്ചി പൂക്കുറ്റി വിട്ട് കളിക്കത്തില്ല. അവസരം പൂക്കുറ്റി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയായാലും നല്ല രീതിയിൽ പോകാം എന്നുള്ള രീതിയിലാണ് പൂക്കുറ്റി പറയുന്നത്. ഇവരുമായിട്ടൊരു കോൺടാക്റ്റും വെക്കത്തില്ല എന്നുള്ള രീതി പൂക്കുറ്റി പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെടുന്ന ഒരാളെ അല്ല. ഈ റസൂൽപൂർട്ടി എന്ന് പറയുന്ന ആള് ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സൂസൈഡ് അറ്റംപ്റ്റിന് ശ്രമിക്കുക, അവർ പലതരത്തിലുള്ള മാനിപ്പുലേഷൻ കാണിക്കുക, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർ പെട്ടെന്ന് സഹായമുള്ള നിലയിലാണ് നമ്മളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാത്രമാണ് ഈ സ്ത്രീയായിട്ടുള്ള എനിക്കുള്ള ബന്ധം പോലും നടക്കുന്നത്. ഇവര് ആദ്യം തുടങ്ങുന്നത് ഇവരുടെ അക്കൗണ്ട് ഹാക്ക് ആയി എന്ന് പറഞ്ഞൊരു 9 weeks പ്രഗ്നൻസിന്റെ ഒരു ഫോട്ടോ ഇട്ടാണ് തുടങ്ങുന്നത്. അതിന്റെ പുറകിൽ ഇവർ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തത് അതൊരു കള്ള പരാതിയാണ്. അത് മുഖ്യമന്ത്രിയുടെ തന്നെ കണ്ട സമയത്ത് സാറിന് സാർ അവരുടെ പരാതികൾ സാർ അന്വേഷണം നടത്തണം. കാരണം എന്താ വെച്ചാൽ അവരുടെ അക്കൗണ്ട് ഹാക്ക് ആയിരുന്നു, അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ചതിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തത്. ജനങ്ങളുടെ കണ്ണിൽ തോന്നിക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയൊരു ഫേക്കാണ് ആ സ്ത്രീ കാണിച്ചിട്ടുള്ളത്. ഒരാളും അത് പറയുന്നില്ല സാർ ഞങ്ങൾക്കെതിരെ കൊടുത്ത പരാതി സാർ സ്റ്റാൻഡ് ഓൺ ചെയ്യണം. ഞാൻ പറഞ്ഞു സാർ അവർ തന്നെ പരാതി അത് കാണിക്കുന്നു. അതുപോലെ തന്നെ അവർ പറഞ്ഞു അവരുടെ അക്കൗണ്ട് ഹാക്ക് ആയിട്ട് തിരിച്ചു വിളിച്ചു കൊടുത്തത് ഷാലു എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയ. ഷാലു ഉണ്ടല്ലോ, ഷാലു ആണ് ഇവിടുത്തെ മെയിൻ താരം. ഷാലു ഞാനുള്ള കാര്യം പറയാലോ, അവൾ അവിടെ ഇവിടെയും കളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഷാലു ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞു. അപ്പം അവര് അതെങ്ങനെയാണ് തിരിച്ചെടുത്ത് കൊടുത്തതെന്നുള്ളത് പറയാൻ ബാധ്യതയാണ്. അന്ന് ഹാക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കയ്യിൽ സംഭവിച്ചാലോ നമുക്കറിയില്ലല്ലോ, അത് ഞാൻ നോക്കണം. അപ്പം പിന്നുള്ളതെന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ പിന്നെയുള്ളതെന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ മുമ്പിൽ സജിൻ ഒരു വോയിസ് റെക്കോർഡ് കൊടുക്കുന്നതായിരുന്നു. ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഷഫീന ബീബി എന്ന് പറയുന്ന ഒരു ലേഡി ഏകദേശം കേരളത്തിൽ 48ഓളം സ്ത്രീകളുടെ പരാതികളും ടോട്ടൽ പരാതികളും 86ഓളം പരാതികൾ ഈ ഷഫീന ബീബി എന്ന് പറയുന്ന ബ്ലോഗർക്കെതിരെ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതികളായിട്ടുണ്ട്. സൈബർ മാത്രമല്ല ക്രൈം കൊടുത്തിട്ടുണ്ട് ഈ സ്ത്രീക്കെതിരെ. ഈ സ്ത്രീ കേരളത്തിലെ ഒട്ടുമിക്ക മനുഷ്യരെയും പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ആളുകളെ ആരെ കിട്ടിയാലും വളരെ വൃത്തികെട്ട രീതിയിൽ അവരുടെ വീട്ടുകാരെ ചേർത്ത് തെറി വിളിച്ചുകൊണ്ട് മാത്രമാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ എല്ലാ റിസൾട്ടും നടത്തുന്നത്. കുടുംബത്തിനകത്തുള്ള അച്ഛൻ മക്കൾ ഇവരൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഇവരുടെ വൾഗാരിറ്റി ഇവർ മുന്നോട്ട് പല അവധി സൈബർ പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ട് സൈബർ പോലീസിന് ഒന്നും ചെയ്യാൻ തന്നെ സാധിച്ചിട്ടില്ല ഈ സ്ത്രീകൾക്ക്. സൈബർ ലോകം ശക്തമല്ലാത്ത കാരണങ്ങൾ മാത്രമാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഈ സൊസൈറ്റിക്ക് മുമ്പിൽ സജിന കൊണ്ടുവന്ന ആ വോയിസ് റെക്കോർഡ് ഒരു മൈനർ ആയിട്ടുള്ള 17 വയസ്സ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ വോയിസ് റെക്കോർഡായിരുന്നു. ആ കുട്ടിക്ക് അബ്യൂസ് നേരിട്ടു എന്ന് പറഞ്ഞ് അവരുടെ ഭർത്താവിനെതിരെയുള്ള അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ആ വോയിസ് പബ്ലിഷ് ചെയ്തത്. ഇത് പബ്ലിഷ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ പേര്, ആ കുട്ടിയുടെ ഐഡന്റിറ്റി എല്ലാം വെളിപ്പെടുത്തുന്ന തരത്തിൽ ആ കുട്ടിയെ ഫോഴ്സ് ചെയ്ത് സംസാരിക്കുന്ന ഒരു റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ ആ ടൈമിൽ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള പല പരാതികളും CWC കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടരന്വേഷണം എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. ആസ് എ സോഷ്യൽ റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ള എനിക്ക് ചെയ്തതായിട്ട് പറഞ്ഞു. പ്രത്യേകിച്ച് എന്റെ വിഷയങ്ങളോട് നടക്കുന്ന സാഹചര്യത്തിൽ ഇത് പലതരത്തിൽ നമുക്കെതിരെയും അലിഗേഷനായിട്ട് വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ടിട്ടാണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ ഇതാക്കിയത്. ഇത് ഞാനിവിടെ എന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വന്ന പൈസ കൊടുത്ത് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു തരത്തിലും കള്ള പരാതികളും കള്ള അലിഗേഷനുമായിട്ട് അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടും പെട്ടെന്ന് ആലോചിച്ച് പേടിക്കാതെ സഭയിൽ മുന്നോട്ട് വന്ന് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല നോക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ നിരപരാധിത്വം നമ്മൾ തെളിയിച്ച് തന്നെ ഇവിടെ പോകണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത്. കറക്റ്റ് കാര്യമല്ല അവർ പറഞ്ഞേ. ഇതേ ഒരു സംഭവമാണ് നിവിൻ പോളിയും ചെയ്തത്. പുള്ളി തെറ്റ് ചെയ്തിട്ടില്ല. പുള്ളി അപ്പോൾ തന്നെ പ്രസ് കോൺഫറൻസ് വിളിക്കുകയും ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്ത് എല്ലാവർക്കും മനസ്സിലായി. പിന്നീട് അത് തെളിവുകയും ചെയ്തിട്ടുള്ളത് പുള്ളി ക്ലീൻ ചെയ്തിട്ടാണെന്ന്. ഇവിടെ സഫീന ബീബിയെ പോലുള്ള കുറേ ആൾക്കാർ ഈ പറയുന്ന സജനയ്ക്കും പൂക്കുട്ടിയെ പോലുള്ള വ്യക്തികളെയൊക്കെ പാടാനൊക്കെ സമയം കാണും. പക്ഷേ സമയം കാണുമെന്നല്ല മാത്രമല്ല, ഇവിടെ ഒരു നിരപരാധിയെ ഇല്ലാണ്ടാക്കിയിട്ടാണ് അവർ ആ ഒരു വൃത്തിയുടെ ചെയ്തതെന്ന് ഓർക്കുമ്പോഴേ ഫിറോസിൻ്റെ അവസ്ഥ ഒന്നും ആലോചിച്ച്. ഫിറോസ് ബിഗ് ബോസിൽ കണ്ട ഫിറോസിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് കുറേ ആൾക്കാർ വിലയിരുത്തിയത്. പക്ഷേ അദ്ദേഹം ആളിച്ചിരി ഉള്ളൂ, ശുദ്ധനാണ് ആൾ. ഇപ്പോൾ എല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി കാണുള്ളൂ. ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് 10 വർഷം കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളുള്ള സമയത്ത് വേറൊരാളോടെ പോയി ഷെയർ ചെയ്യാന്നൊക്കെ. ഞാനൊന്നും സംസാരിക്കുന്നില്ല അതിനെക്കുറിച്ചൊക്കെ, ഇവരുള്ളവർക്ക് മനസ്സിലായി കാണും. എന്തായാലും DHC ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. തോറ്റുപോയതാരാ? എന്തുകൊണ്ട് താത്ത ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? ആ കുട്ടികൾക്ക് വേണ്ടി എന്തിന് നീതി ഉണ്ടാക്കാനെന്നും പറഞ്ഞിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇപ്പോൾ കിച്ചുവിൻ്റെ പുറകിന് പോയിരിക്കുക. കാരണം അതല്ലേ ട്രെൻഡ്. ഇനി അവന് നീതി ഉണ്ടാക്കാൻ വേണ്ടി മാറി വർഗ്ഗങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, ബൈ.